ഇന്ത്യ വിഭജനത്തിനു ശേഷം പാകിസ്ഥാൻ ക്രൂരതകൾക്ക് ഇരയാകേണ്ടി വന്ന സ്വന്തം സഹോദരങ്ങളെയും അമ്മയെയും മുസ്ലിം തീവ്രവാദികൾ അരുംകൊല ചെയ്തത് കാണേണ്ടി വന്ന ഒരു 5 വയസ്സുകാരി നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും പേറി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. ഈസ്റ്റ് ഫോർട്ട് പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ ജീവിച്ചിരുന്ന ആ 5 വയസ്സുകാരി രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി. ഇന്ന് കുടുംബവും കുട്ടികളും പേരക്കുട്ടികളും ഒക്കെയായി ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിൽ നീറുന്ന ഓർമ്മകളിൽ അവർ ജീവിക്കുന്നു. വാർദ്ധക്യത്തിലും ആ പീഡിപ്പിക്കുന്ന ഓർമ്മകളുടെ നടുക്കത്തിലാണ് വിമല. അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ പാകിസ്ഥാൻ ബരിശാൽ ജില്ലയിലാണ് ജനിച്ചത്. അന്നേരം എൻ്റെ അഞ്ചാം വയസ്സിൽ നടന്ന ചരിത്രങ്ങൾ ഓർത്തു ഞാൻ പറയുകയാണ്. എനിക്ക് 2 സഹോദരനുണ്ടായിരുന്നു, 2 സഹോദരി, പിന്നെ അമ്മ, 2 അമ്മ, അച്ഛൻ. അപ്പം എൻ്റെ അമ്മ, എൻ്റെ ജന്മം നൽകിയ അമ്മ, എൻ്റെ മൂത്ത സഹോദരി അമല, എൻ്റെ ഇളയ സഹോദരൻ സുമൻ എൻ്റെ അമ്മയോട് കൂടി അങ്ങനെ അവിടുത്തെ മുസ്ലിംസുകളാണ് കൊലപ്പെടുത്തി. പിന്നെ എൻ്റെ അച്ഛൻ, മൂത്ത അമ്മയാണ് സോണലക്ഷ്മി, മൂത്ത 2 സഹോദരന്മാർ ശശിധർ, ഗുണധർ. അന്ന് എനിക്ക് വയസ്സ് 5. അപ്പോൾ അവരോടൊപ്പം കപ്പലിൽ കയറി കൊൽക്കത്തയിലായിരുന്നു വരുന്നത്. അപ്പം അതിന് മുൻപേ ഒത്തിരി കൊലകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ ഭൂരിപക്ഷം മുസ്ലിംസുകളായിരുന്നു താമസക്കാർ. നമ്മുടെ ഒപ്പം സ്നേഹത്തോടെ നിന്നെങ്കിലും നമുക്ക് ഉപദ്രവേ ഉള്ളായിരുന്നു ജീവിതത്തിൽ. അത്രമാത്രം എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ദിവസം ഞാൻ പത്രം വായിക്കാറുണ്ട്. അതിൽ നിന്നാണ് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒന്നുകൂടെ എൻ്റെ ആ കുഞ്ഞുനാളിൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരും. എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിന് എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ദുഃഖമുണ്ട്. ഇനിയെങ്കിലും മനുഷ്യരായി എല്ലാവരും ഒന്നിച്ച്, ജാതിയില്ലാതെ മതമില്ലാതെ വർഗമില്ലാതെ മനുഷ്യർ ഒന്നായി ജീവിച്ച് മുന്നിട്ട് പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൽ വന്നു 1979 കൈതുവനത്ത് വന്നു. എൻ്റെ ഇളയ മകനാണ് ഇവിടെ പ്രസവിക്കുന്നതും. അപ്പോൾ ഇടയ്ക്ക് പോയി വന്നു. അവസാനം 1995 ഞാനിവിടെ സ്ഥിരമായി താമസം തുടങ്ങി. അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നു. പക്ഷേ കൂടെ നടന്നെങ്കിലും ഉപദ്രവം എനിക്ക് ഇന്ന് വരെ ഒഴിയുന്നില്ല. ഞാൻ എത്രത്തോളം മനുഷ്യരെ സ്നേഹിക്കുന്നു അത്ര എനിക്ക് ഉപദ്രവേ ഉള്ളൂ. ദുഃഖമുണ്ട്. കേരളത്തിൽ വന്നതിന് ശേഷം പോലും ഞാൻ എത്രയോ സ്നേഹിച്ചാലും എനിക്ക് സ്നേഹമൊന്നും കിട്ടാറില്ല. മറിച്ച് എന്നെ ദ്രോഹിക്കറേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഇപ്പം ഞാൻ ഈ വീട്ടിൽ 30 വർഷമായി ഇവിടെ തന്നെ താമസിക്കുന്നു. ഇപ്പം പല രീതിയിൽ എന്നിൽ നിന്ന് എൻ്റെ മക്കളും അകറ്റുന്നു, മരുമക്കളും അകറ്റുന്നു, കൊച്ചുമക്കളും അകറ്റുന്നു, അയൽപ്പക്കത്തിരിക്കുന്നതും എല്ലാവരും സ്നേഹം മാത്രം അഭിനയമുള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ കരി പറക്കിയിരിക്കുന്നത് എനിക്ക് മാത്രമേ എനിക്ക് മനസ്സിലാകൂ.
ഞാൻ എല്ലാവരും വിശ്വസിച്ചു, സ്നേഹിച്ചു, ഇങ്ങനെ പോകുന്നുണ്ട്. ആരുമായിട്ടും ഞാൻ ശത്രുത കാണാറില്ല. എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ, സഹോദരികൾ, അമ്മ, അച്ഛൻ എന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ സ്നേഹം എനിക്ക് കിട്ടാറില്ല. 62-നാണ് കൊൽക്കത്തയിൽ വന്നത്. അവിടെ നിന്നും മധ്യപ്രദേശ് ഹോഷംഗാബാദ്, അവിടെ കുറച്ച് നാൾ അഭയാർത്ഥികളായിട്ട് ക്യാമ്പിൽ കഴിഞ്ഞു. അതിനുശേഷം മധ്യപ്രദേശ് ബേത്തുൽ ജില്ല നുത്തണ്ടാങ്ക ക്യാമ്പ്, അവിടെയാണ് ഇപ്പോൾ എൻ്റെ കുടുംബം താമസിക്കുന്നത്. അഭയാർത്ഥികളെല്ലാവരും അവിടെ ഉള്ളത് 85 ക്യാമ്പുകൾ. ഒരു ക്യാമ്പിൽ 85, 90, 100 ഫാമിലികളുണ്ട്. ഇപ്പം മധ്യപ്രദേശിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഇപ്പം ഞാൻ കേരളത്തിൽ വന്ന് ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്ന 30 വർഷം കഴിഞ്ഞിരിക്കുക. എൻ്റെ ഇളയ മകനായിരുന്നു ഇവിടെ മാവേലിക്കര ജനിച്ചത്. മകന് ഇപ്പോൾ 46 വയസ്സുണ്ട്. മൂത്ത സഹോദരൻ മരിച്ചുപോയി. രണ്ടാമത്തെ സഹോദരനുണ്ട്, അതും സുഖമില്ലാതെ കിടപ്പിലാണ്. അപ്പം എൻ്റെ ഒരു സഹോദരി, മോൾക്ക് 2 ആൺമക്കൾ, അവരെല്ലാവരും മധ്യപ്രദേശിലാണ് താമസം. പിന്നെ ഫോണുണ്ട്, എന്നും ഫോണ് വിളിയുണ്ട്. അങ്ങനെങ്കിലും ഞാൻ സമാധാനത്തോടെ ഇവിടെ കഴിയുന്നു. പക്ഷേ ഈ നാട്, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു. ഇനി എൻ്റെ അവസാനം വരെ തന്നെ ഇവിടെ താമസിക്കണം ഒരു ആഗ്രഹം.